നമസ്കാരം. ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ആരവം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ ഏറ്റവും ശക്തമായ മത്സരം കൊണ്ട് ശ്രദ്ധേയമാകാൻ പോകുന്ന മണ്ഡലമാണ് ആലപ്പുഴ. ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കെ.സി. വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറിയും കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള നേതാവുമാണ്. കെ.സിയുടെ പ്രയാണത്തെ തടയാൻ അരൂർ MLA AM ആരിഫിന് സാധിക്കുമോ? ആലപ്പുഴ ലോകസഭാ മണ്ഡലം പതിറ്റാണ്ടുകളായി കോൺഗ്രസ് അനുകൂല നിലപാടാണ് നൽകിപ്പോരുന്നത്. വലിയൊരു വിഭാഗം ന്യൂനപക്ഷ വോട്ട് ബാങ്കിനെ ആശ്രയിച്ചായിരിക്കും CPMന്റെ ഇത്തവണത്തെ മത്സരഗതി. ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കെ.സി. വേണുഗോപാലിനും AM ആരിഫിനും ആലപ്പുഴയിൽ കളമൊരുങ്ങുകയായി. 1996 ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് MLA ആയി വിജയിച്ച കെ.സിക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 2001 2006 വിജയിച്ച് ഹാട്രിക് നേട്ടം കൈവരിച്ചു. 2009 ലോകസഭാ തെരഞ്ഞെടുപ്പിൽ MLA സ്ഥാനം രാജിവെച്ച് UDF സ്ഥാനാർത്ഥിയായി. VM സുധീരനെ പരാജയപ്പെടുത്തി ശ്രദ്ധേയനായ KS മനോജ് ആയിരുന്നു മുഖ്യ എതിരാളി. 1,00,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അന്ന് കെ.സി. വിജയക്കൊടി പാറിച്ചത്. തുടർന്ന് 2014 അതിസങ്കീർണമായ വിവാദങ്ങൾ നിലനിന്നപ്പോൾ പോലും തെരഞ്ഞെടുപ്പിൽ CPM ജില്ലാ സെക്രട്ടറിയായിരുന്ന CB ചന്ദ്രബാബുവിനെതിരെയും വിജയം കൈവരിച്ചു. ഇപ്പോൾ അതിശക്തനായ കോൺഗ്രസിന്റെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കൂടിയാണ് കെ.സി. വേണുഗോപാൽ. ആലപ്പുഴ ലോകസഭാ മണ്ഡലത്തിൽ CPMന്റെ പ്രതീക്ഷ ന്യൂനപക്ഷ വോട്ടുകളിലേക്കാണ്. 2006 പ്രമുഖയായ KR ഗൗരിയമ്മയെ തോൽപ്പിച്ച് നിയമസഭയിലെത്തിയ AM ആരിഫ് തന്നെയായിരിക്കും 2019 ലോകസഭാ മണ്ഡലത്തിൽ CPMനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മത്സരരംഗത്തുണ്ടാകുക. 2011 2016 അരൂർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് MLA എന്ന സ്വീകാര്യത തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് AM ആരിഫ്. തന്റെ മികച്ച പ്രതിച്ഛായ നിലനിർത്താൻ AM ആരിഫിന് സാധിക്കും എന്ന് തന്നെ നമുക്ക് കാത്തിരുന്നു കാണാം. ആലപ്പുഴ, അമ്പലപ്പുഴ, പുറക്കാട്, തോട്ടപ്പള്ളി തുടങ്ങി ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വളരെ ശക്തമായ വോട്ട് പ്രാതിനിധ്യമുള്ള സ്ഥലങ്ങളിൽ AM ആരിഫ് തന്റെ കഴിവ് തെളിയിക്കുമെന്ന് തന്നെയാണ് കാത്തിരുന്നു കാണേണ്ടത്. ഇവിടെ ശക്തമായ മത്സരം ഉരുത്തിരിയുവാൻ ആലപ്പുഴ മണ്ഡലം സാക്ഷ്യം വഹിക്കുന്നു. ലോകസഭാ ഇലക്ഷനിലേക്ക് കടക്കുമ്പോൾ ആലപ്പുഴയെ ശ്രദ്ധേയമായി നിർത്തുന്നതും ഇതുതന്നെയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ കെ.സി. വേണുഗോപാലിന്റെ പ്രതിച്ഛായ വാനോളം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. കർണാടക, രാജസ്ഥാൻ തിരഞ്ഞെടുപ്പുകൾ നേതൃത്വം വഹിക്കാൻ രാഹുൽ ഗാന്ധി നിയോഗിച്ച AICC ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു കെ.സി. വേണുഗോപാൽ. കെ.സി. വിജയിക്കുകയും UPA മന്ത്രിസഭ വരികയും ചെയ്താൽ തീർച്ചയായും ക്യാബിനറ്റ് റാങ്ക് ഒരു മന്ത്രിയെ ആലപ്പുഴയിലേക്ക് പ്രതീക്ഷിക്കാം. 2006 പ്രമുഖരായ KR ഗൗരിയമ്മയെ തോൽപ്പിച്ച് നിയമസഭയിലെത്തിയ AM ആരിഫ് 2011 2016 വിജയിച്ച് തന്റെ സ്വീകാര്യത തെളിയിച്ചു. കൂടാതെ മികച്ച പ്രതിച്ഛായ നിലനിർത്താൻ കഴിയുന്നതും ഗ്ലാമർ ഇമേജും യുവത്വവും അദ്ദേഹത്തിന്റെ മുതൽക്കൂട്ടാക്കും. മാത്രവുമല്ല, ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കാൻ കഴിയുമെന്നതും ആരിഫിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ പ്രതീക്ഷിക്കാം. കെ.സി. വേണുഗോപാലിനെതിരെ AM ആരിഫാണ് മത്സരിക്കുന്നതെങ്കിൽ സൗന്ദര്യവും വീറും വാശിയും സമന്വയിച്ച ഒരു MP MLA മത്സരത്തിനാകും ആലപ്പുഴ സാക്ഷ്യം വഹിക്കുക. Vamos nenas, muevan. Vamos nenas, muevan.